ദൈവനാമം മഹത്വപ്പെടട്ടെ. സൃഷ്ടിക്കപ്പെട്ടവയുടെ ജീവിതത്തിന് അധീനനായ ദൈവം സൃഷ്ടിയുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ വിനയഭാവത്തിൻ്റെ ആവിഷ്കാരമാണ്. ദൈവപുത്രൻ മനുഷ്യനായി തൻ്റെ പിതാവിനോടുള്ള അനുസരണത്തിലും വിധേയത്വത്തിലും പ്രവർത്തിച്ചത് ദൈവിക വിനയത്തിൻ്റെ മാതൃകയാണ്. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായി തീർന്ന് മനുഷ്യൻ്റെ നിന്ദയും അപമാനവും അടിയുമേറ്റത് നമ്മോടുള്ള സ്നേഹവും വിനയവും കൊണ്ടാണ്. മരണത്തിനധീനനായ ദൈവം മനുഷ്യാവസ്ഥയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മരണം രുചിക്കുവാനിടയായത് വിനയത്തിൻ്റെ കാഹളധ്വനിയാണ്. ഇതിനെല്ലാം പ്രേരണയോ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം മാത്രം. ഈ ഭാവം ഫിലിപ്പിയരിലും കാണുവാൻ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. ഉന്നതരെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ഔന്നത്യം വെളിവാകുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിനയപ്പെടലിൽ കൂടി മാത്രമാണെന്ന് പ്രാഥമിക പാഠം ഇവിടെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർ 2:9-11 വരെയുള്ള ഭാഗത്തെ പ്രധാന സന്ദേശം ക്രൂശിലെ അവൻ്റെ പൂർണ്ണമായ താഴ്മയും അനുസരണവും നിമിത്തം ദൈവം യേശുവിനെ ആത്യന്തിക അധികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയെന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്തുതിഗീതമെന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്ന ഈ അധ്യായത്തിലെ ഈ ഭാഗം അതിൻ്റെ പാരമ്യമായി വർത്തിക്കുന്നു. ദൈവരാജ്യ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി അനുവർത്തിക്കേണ്ട താഴ്മയുടെ യഥാർത്ഥ പാത ക്രിസ്തു കാണിച്ചു തന്ന താഴ്മയും അനുസരണവുമാണെന്ന് ക്രിസ്തുവിൻ്റെ താഴ്മയുടെ ഉദാഹരണത്തിലൂടെ അപ്പോസ്തലൻ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിപരമായ അഭിലാഷത്തേക്കാൾ ഐക്യത്തിനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് യേശുവിൻ്റെ മാതൃകയിൽ വിശ്വാസികൾ തങ്ങളുടെ ദൈനംദിന ബന്ധങ്ങളും മനോഭാവങ്ങളും അനുവർത്തിക്കുവാൻ ഈ ഭാഗം നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിനയത്തിൻ്റെ മകുടോദാഹരണമായ ക്രിസ്തുയേശുവിൻ്റെ മനസ്സ് നമ്മിലേവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.